തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ അന്വേഷണ ഏജൻസികളുടെ റെയ്ഡിനും അറസ്റ്റിനുമെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടിക്കൊരുങ്ങുന്നു എന്ന് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ അന്വേഷണ ഏജൻസികൾ അഴിഞ്ഞാടുന്നു എന്നാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പരാതി. പരിശോധന എന്ന് പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് പൂട്ടിയിടാനും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ സുപ്രീം കോടതിയിൽ SBI വ്യാജ സത്യവാങ്മൂലം നൽകിയത് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും പരാതിയുണ്ട്. സർക്കാർ എല്ലാ ഏജൻസികളെയും നിയന്ത്രണത്തിൽ നിർത്തുകയും പ്രതിപക്ഷത്തിനെതിരെ തിരിക്കുകയും ചെയ്യുന്നുവെന്നാണ് പരാതി. നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകുമോ? ഡോക്ടർ വി ശിവദാസൻ CPIM, ശ്രീനിവാസൻ കൃഷ്ണൻ കോൺഗ്രസ്, KVS ഹരിദാസ് BJP എന്നിവരാണ് നമ്മോടൊപ്പം. ആദ്യം KVS ഹരിദാസ്, നോക്കൂ, SBI കൊണ്ട് ജൂൺ 30 മാത്രമേ ഇലക്ഷൻ ബോണ്ട് വിവരങ്ങൾ തരാനാകൂ എന്ന് പറയുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദേശീയ പാർട്ടി നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇലക്ഷൻ സമയത്ത് ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് KVS ഹരിദാസ്? അല്ല നികേഷ്, ഞാൻ ഓരോന്നായിട്ട് എടുക്കാം. കേജ്രിവാളിനെതിരായ ആരോപണം രേഖാമൂലം ഉന്നയിച്ചത് ആരാ നികേഷ്? ഡൽഹിയിലെ PCC അല്ലേ? അവരല്ലേ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത് തട്ടിപ്പ് നടക്കുന്നു, അഴിമതി നടക്കുന്നു എന്ന്? ഇന്നത്തെ AICC ട്രഷററല്ലേ പത്രസമ്മേളനം നടത്തി കേജ്രിവാളിനെതിരായ ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്ന് പറഞ്ഞത്? ഇതൊക്കെ കഴിഞ്ഞ് 9 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് സമൻസ് കൊടുത്തു. അതിനുശേഷമല്ലേ അറസ്റ്റ് ഉണ്ടായത്? 9 തവണ ആ കേസിലെ മറ്റു പ്രതികളെല്ലാവരും അറസ്റ്റിലായതിനു ശേഷവും ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് പോലും വിധേയമാകാതിരുന്ന സമയത്തല്ലേ അറസ്റ്റ് നടന്നത്? അതിനുശേഷം അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യാൻ പോയ സമയത്ത് CBI കോടതിയിൽ പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീലന്മാരൊക്കെ വാദിച്ചില്ലേ? അവസാനം എന്താ ഉണ്ടായ കേസിൽ? റിമാൻഡ് എക്സ്റ്റൻഷൻ കൊടുത്തില്ലേ? ഇതൊക്കെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണെങ്കിലും അവരുടെ നടപടികൾ ഇന്ത്യയിലെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. 1. 2, ആ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ വക്കീലന്മാരാണ് മജിസ്ട്രേറ്റ് സെഷൻസ് കോടതിയിൽ പോലും ഹാജരാകുന്നത്. CBI കോടതിയിലാണ് കേസ് വന്നതെന്ന് ഓർക്കണം, EDയുടെ പ്രത്യേക കോടതി. അവിടെ പോലും സിംഗ്വിയെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ ഹാജരാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. അവർ കോടതിയിൽ പോകട്ടെ എന്ന്. ഇവിടുത്തെ ഏജൻസികൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകാമല്ലോ. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിക്കുന്നത് എന്താ? സുപ്രീം കോടതിയാണ് എല്ലാത്തിൻ്റെയും അഭയം, സുപ്രീം കോടതി നീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതിക്കെതിരെ പോലും സുപ്രീം കോടതി പോയത്. എന്നിട്ട് ഇപ്പോ എന്തെങ്കിലും നടപടി? വേറൊന്ന്, കോൺഗ്രസിന്റെ ആദായ നികുതി കേസാണ്. അവര് കൊടുത്തിട്ടുള്ള പരാതി ഇൻകം ടാക്സ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്നു, ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്നു, ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നു. ഇവിടെയൊന്നും കോൺഗ്രസിന് അനുകൂലമായ ഉത്തരവുണ്ടായിട്ടില്ലല്ലോ. ഇൻകം ടാക്സ് നടപടികൾ ഉണ്ടാകുന്നതിലല്ല. നമുക്ക് സമാധാനപരമായ ചർച്ചയുമായി മുന്നോട്ട് പോകാം. നോക്കൂ, ഒച്ചയും വേണ്ട, നമുക്ക് വളരെ സമാധാനപരമായി മുന്നോട്ട് പോകാം. ആദ്യ വിഷയത്തിൽ കേജ്രിവാളിന്റെ അറസ്റ്റിനകത്ത് താങ്കൾ പറഞ്ഞ മറുപടി താങ്കൾക്ക് തന്നെ തൃപ്തികരമാണോ എന്ന് ആലോചിക്കണം. നോക്കൂ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് അല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ട്രഷറായ അജയ് മാക്കനല്ലേ ആദ്യം പരാതി പറഞ്ഞത് എന്ന് പറയുന്നത്? നോക്കൂ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അറസ്റ്റ് അത് സാധ്യമാണോ എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് കോടതിയിൽ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. അങ്ങനെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വിചാരണയിലേക്ക് പോകാമായിരുന്നില്ലേ? കേജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം
പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് സ്വീകാര്യമാണോ? നമ്മുടെ ജനാധിപത്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ മുൻപ് എപ്പോഴെങ്കിലും? KVS കുറേ കാലത്തെ രാഷ്ട്രീയം അറിയാലോ. എപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ പിടിച്ച് ജയിലിലിടുന്നത്? KVS ഒന്ന് പറഞ്ഞേ. അല്ല നികേഷേ, ഇത് കള്ളപ്പണ ഇടപാട് കേസല്ലേ? രാജ്യത്തെ കൊള്ളയടിച്ച കേസല്ലേ? ഈ രാജ്യത്തെ കൊള്ളയടിച്ചവൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെ തെരുവിലിറങ്ങി വിലസാൻ അനുവദിക്കണോ? ഇത്തരം ആൾക്കാരെ ജയിലിൽ അടയ്ക്കണ സമയത്ത് നിങ്ങളെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ രോഷം കൊള്ളുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ രോഷമുണ്ട്. എന്ന് പറയുന്ന ഒരു ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുക, എന്നിട്ട് ഞങ്ങളെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരെ ന്യായീകരിക്കുന്നു. അത് താങ്കളുടെ ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് ഇപ്പോൾ പുറത്തു വരുന്ന അഴിമതി ആരോപണങ്ങളിൽ ഏറ്റവും വലിയ കൊള്ള നടത്തിയത് ശ്രീ KVS ഹരിദാസ് അങ്ങയുടെ പാർട്ടിയാണ്. അത് തെളിവടക്കാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. മറ്റത് ഇനിയിപ്പം വിചാരണ നടക്കാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. കേൾക്കണോ ഏതൊക്കെയാണെന്ന്? ഞങ്ങളുടെ പാർട്ടി ഒരു നയ പൈസ അല്ലല്ല, ഞാൻ പറയട്ടെ, പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ പാർട്ടി ഒരു നയ പൈസയുടെ തട്ടിപ്പ് നടത്തിയിട്ടില്ല. ഞങ്ങൾ സംഭാവന വാങ്ങിയിട്ടുണ്ട്. ആ സംഭാവന വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് മുഖേന. അത് വാങ്ങിയത് ഈ കള്ളപ്പണമല്ല, വെളുത്ത ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് തന്നു. ഞാൻ ചോദിക്കണത്, അത് നിലവിലിരുന്ന കാലത്തെ ബോണ്ടുകൾ റദ്ദാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി റദ്ദാക്കട്ടെ. നിലവിലുള്ള കാലഘട്ടത്തില് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് സുതാര്യത ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തുകയും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് ജൂൺ 30 വരെ ഞങ്ങൾക്ക് സമയം വേണമെന്ന്. എന്താ KVS ജൂൺ 30ന്റെ പ്രത്യേകത? തെരഞ്ഞെടുപ്പ് കഴിയണം അല്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആരാണ് പണം നൽകിയത്, എന്തായിരുന്നു അതിനകത്തുള്ള ക്വിഡ് പ്രോക്കോ എന്ന് പുറം ലോകം അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നികേഷിനോട്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നല്ലോ. ഈ കള്ളപ്പണക്കാരിൽ നിന്ന്, കള്ള ലോട്ടറി അടിച്ച് വിറ്റവരിൽ നിന്ന് പണം വാങ്ങിയത് ആരാ? ആരൊക്കെയാ കോടിക്കണക്കിന് ഉറുപ്പിക വാങ്ങിയത്? അവരൊക്കെ ഇന്നത്തെ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമല്ലേ? അപ്പൊ നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? മുന്നണിയുടെ ഭാഗമല്ലേ? നിങ്ങൾ വാങ്ങിയിട്ടില്ലേ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പൈസ? ഞങ്ങൾ അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് BJP ഇലക്ട്രൽ ബോണ്ട് മുഖാന്തരം പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? കള്ള ലോട്ടറി അടിച്ച സാന്റിയാഗോ മാർട്ടിൻ, താങ്കളുടെ വാചകം ഞാൻ കടമെടുക്കുന്നു. ഞങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്നൊന്നും പൈസ വാങ്ങുന്ന ആൾക്കാരല്ല. സാന്റിയാഗോ മാർട്ടിൻ രണ്ടാമത് സംഭാവന ചെയ്തിരിക്കുന്നത് BJPക്കാണ്, ആദ്യം DMK-ക്കാണെങ്കിൽ. ഒരിക്കലൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്കും പോകാൻ പറ്റി. ശരി ശരി. ശ്രീനിവാസ കൃഷ്ണൻ, എന്ത് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ത്യ ബ്ലോക്ക് ഈ കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ടുള്ള ഈ ആക്രമണം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? നോക്കൂ, ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണോ? ഇലക്ഷൻ കമ്മീഷൻ ഈ ബോർഡ് വിഷയം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷവും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. മാത്രമല്ല, അതിൻ്റെ പ്രൈവസിയെക്കുറിച്ചാണ് ആവർത്തിച്ച് രാജീവ് കുമാർ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം പറഞ്ഞത്. നികേഷ്, ഞാനൊരു കാര്യം പറയാം. ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടത്തുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഒരു നീതിപൂർവമായിട്ട് നടത്തുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പം ഞങ്ങളുടെ കോൺഗ്രസിനെ പറ്റിയെടുക്കാം. ഇന്ന് വളരെ ചെലവുള്ള കാര്യമാണ് ഒരു ദേശീയ തലത്തിൽ 540 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട്സ് ഇന്ന് എന്താണ് അവൈലബിൾ എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. ആ ചെറിയ എമൗണ്ട് പോലും ഇലക്ഷന് മുമ്പ് 5 കൊല്ലം മുമ്പുള്ള ഇൻകം ടാക്സ് റിട്ടേൺസിൻ്റെ ഫയൽ ചെയ്യാൻ ഒരാഴ്ച വഴുകി എന്ന് പറഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കുക. 30 കൊല്ലം മുമ്പുള്ള സീതാറാം കേസരിയുടെ കാലത്തെ ചില ഡോക്യുമെന്റ്സ് ചോദിക്കുക. ഇന്ന് ഈ കാലത്ത് 30 കൊല്ലങ്ങളുള്ള ഡോക്യുമെന്റ്സ്, ഈ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും അല്ലാതെ ഏത് ഡോക്യുമെന്റ്സ് ഈ 30 കൊല്ലക്കാരെ കാത്തു സൂക്ഷിക്കുക?
നിയമത്തിലൊക്കെ ഒരു ലിമിറ്റേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പിന്നെ ജനങ്ങൾ ഇവിടെ അറിയേണ്ടത് 1961 ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇൻകം ടാക്സ് ഇവിടെ കൊടുക്കണ്ട, റിട്ടേൺസ് കൊടുക്കാൻ മാത്രം മതി. ആ റിട്ടേൺസ് കൊടുത്തതിൽ ചെറിയൊരു ടൈം ഡിലേ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദേശീയ പാർട്ടിയുടെ ഫണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ജനാധിപത്യമാണ്? 100 മീറ്റർ ഓടുമ്പോൾ 2 കൈയും കെട്ടി ബാക്കിൽ കെട്ടിയിട്ട് ഒരു കാലും കെട്ടിയിട്ട് മറ്റ് പാർട്ടികൾ BJP എല്ലാം ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഓടുക, ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിലും കാലിലും കഴുത്തിലും കല്ല് കെട്ടി വെച്ച് ഓടാൻ പറഞ്ഞില്ല. നാണമാവില്ലേ ഭരണകക്ഷിക്ക് ഇങ്ങനെയൊക്കെ ജനാധിപത്യം? ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അതായത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഒരു കള്ളത്തരം പറയരുത്. പറഞ്ഞു അല്ല KVS എന്തോ കൂട്ടിച്ചേർത്തോടെ KVS ആരോ കള്ളം പറഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് ശ്രീനിവാസൻ. അല്ലല്ല നികേഷേ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഫ്രീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അത് ഓപ്പറേറ്റീവ് ആണ്, ഇന്നും ഓപ്പറേറ്റീവ് ആണ്. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. അതിനകത്ത് ഇൻകം ടാക്സ് നിയമം പ്രകാരം ലീഗലി ഉള്ള ചില നടപടികളുണ്ടായി. ആ നടപടികൾക്ക് എതിരായിട്ട് ഇവർ ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൽ പോയി, അപ്പലറ്റ് ട്രൈബ്യൂണലിൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞതാ, അപ്പലറ്റ് ട്രൈബ്യൂണലിൽ പോയി, ഹൈക്കോടതിയിൽ പോയി. എന്നിട്ട് അനുകൂലമായിട്ട് നടപടി ഉണ്ടായോ? ഈ അപ്പലറ്റ് ട്രൈബ്യൂണലിലേക്ക് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? KVS ഹരിദാസെ, അപ്പലറ്റ് ട്രൈബ്യൂണലിലേക്ക് ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ചെയർമാൻമാരെയൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങൾക്ക് SBIയെ ദുരുപയോഗിക്കാൻ പിന്നെ ഈ അപ്പലറ്റ് ട്രൈബ്യൂണലാണോ ദുരുപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത്? അല്ല നികേഷ്, നിങ്ങൾക്ക് ഹൈക്കോടതിയും വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസക്കുറവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോ പച്ചക്കൊക്കെ പറഞ്ഞു പോകും. അതൊക്കെയാണ് KVSന് ആവശ്യമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറല്ല. ശ്രീനിവാസൻ കൃഷ്ണൻ പൂർത്തിയായിക്കോളൂ. ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ മുതിർന്ന എൻ്റെ സുഹൃത്ത് KVS ഹരിദാസ് പറഞ്ഞോട് എല്ലാം യോജിച്ചുകൊണ്ടല്ല ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. ഇതൊരു ഡിസ്കഷൻ്റെ ഒരു പക്ഷേ KVS പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾ അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. അതെ, അല്ല, അതിനകത്തുള്ളത് വസ്തുതാപരമായി ഫ്രീസ് ചെയ്യുന്നല്ല. സൈസബിൾ പോർഷൻ ഓഫ് ദ എമൗണ്ട് ഹാസ് ബീൻ ഫ്രീസ്. അവിടെ എടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കാൻ നികേഷേ? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്ലെയിൻ ടിക്കറ്റ് പോയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള എമൗണ്ട് പോലും അതിനകത്ത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ദേശീയ പാർട്ടിയുടെ ഇലക്ഷൻ കോഡ് കണ്ടക്ട് അനൗൺസ് ചെയ്തിട്ട് അതിന്റെ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കാന്ന് പറഞ്ഞ, ഞാനിപ്പോ കെജ്രിവാൾ സത്യവാനാണോ, അതിന് തെറ്റുണ്ടോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. പക്ഷെ അതിനൊരു ടൈമിംഗ് ഇല്ലേ? മൂന്നാമത്തെ നോട്ടീസ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യായിരുന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് അത് നിയമപരമായിട്ട് അതിന്റെ ചർച്ചകളിലൂടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോട്ടെ നികേഷ്. ഞാൻ ടൈമിംഗ് ഇല്ലേ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ക്യാമ്പയിന് വേണ്ടി അല്ല, അത് ഞാൻ പറയുന്നത് ഇലക്ഷൻ സമയത്താണ്. അവർക്ക് 2-3 നോട്ടീസ് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? അരവിന്ദ് കെജ്രിവാളിനെ ഒരാഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് അതിനോടൊപ്പം നിൽക്കുമായിരുന്നു. അല്ല, അങ്ങനെയല്ല. ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അദ്ദേഹം നേരത്തെ വീഡിയോ കോൺഫറൻസിലൂടെ സഹകരിക്കാമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ആ ഓപ്ഷൻ ED എടുത്തില്ല? അദ്ദേഹം ഒരു ഭരണകക്ഷിയുടെ ദേശീയ ഒരു പാർട്ടിയുടെ റൂളിംഗിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ അതിനെ നമ്മളൊരു ബഹുമാനം കൊടുക്കണ്ടേ? അല്ല, ഇല്ല, നിയമമില്ല. എന്തെങ്കിലും ഇപ്പൊ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷമാണോ മുഖ്യമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുക? അതിന് നേരത്തെ എത്ര സമയമുണ്ടായിരുന്നു? ഇതിൽ പർപ്പസ്ഫുൾ ആയിട്ട് ഡിലേ ചെയ്തതാണ്. ആ സമയത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല ദേശീയ നേതാക്കള്. അവരെ പേടിപ്പിച്ച് വരക്കി നിർത്തുക എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ്. ഞാൻ ഇനി KVS ഹരിദാസിനോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടായിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞു നികേഷ്. അതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് മേടിച്ചാലും കാശായിട്ട് മേടിച്ചാലും ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ അത് വരും. ശ്രീ ഹരിദാസ് ഇന്നല്ലെങ്കിലും നാളെ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾ 100 കോടി ഒരു കോൺട്രാക്ട് കൊടുത്തതിന് ശേഷം 100 കോടി മേടിക്കുക 10 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു റെയ്ഡ് നടന്നതിന് 5 ദിവസം ശേഷം 15 കോടി മേടിക്കുക. ഇത് രണ്ടും തമ്മിൽ ഒരു ലിങ്കും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് കരുതണ്ട. ആ ലിങ്ക് ഒരു നാട് അത് ബോധ്യപ്പെടും. അത് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നതാണ്. താങ്കളുടെ പോയിന്റ് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്ങനെയാണ് കമ്പനികൾ BJPക്ക് വലിയ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിനകം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഷെൽ കമ്പനികൾ, അതായത്
ഇതിനു വേണ്ടി മാത്രമായി രൂപീകരിച്ച കമ്പനികളിലൂടെയാണ് ആരൊക്കെയോ ബി ജെ പിക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമായും ബി ജെ പിക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പല കമ്പനികൾക്കും കോൺട്രാക്റ്റുകൾ കിട്ടി. അപ്പോൾ ക്വിഡ് പ്രോക്കോ അഴിമതി നിരോധന നിയമത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെ തരത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പോയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച്. ഇതിപ്പോൾ നിങ്ങൾ ആരോടാ പറയാൻ പോകുന്നത് ശ്രീ ശ്രീനിവാസകൃഷ്ണൻ? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ഇനി ആരെ അറസ്റ്റ് ചെയ്യല്ലേ എന്നൊരു ഒരു ദീനവിലാപമല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് സാധ്യതയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ഉള്ളത് ശ്രീ ശ്രീനിവാസകൃഷ്ണൻ? എനിക്ക് ഇത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് പോകുന്നത്. അതല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ രണ്ട് പുതിയ ജ്ഞാനേഷ് കുമാറിനെയും മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുവല്ലോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയപ്പോൾ എന്താ പറഞ്ഞേ? 200 പേരുടെ പേരാ കൊടുത്തിരുന്നതെന്ന്. ഇതിന് 10 മിനിറ്റ് മുമ്പ് അത് 6 പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു പേര് തിരഞ്ഞെടുക്കുന്നു. അതും ആക്ട് അമെൻഡ് ചെയ്തു. അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണറുള്ള ആക്ട് റീസെന്റ് ആയിട്ട് അമെൻഡ് ചെയ്തു. അതിനകത്ത് സുപ്രീം കോടതി എന്താ പറയുന്നത്? അതിനകത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിക്കോട്ടെ, സമ്മതിക്കില്ല. അത് അമെൻഡ് ചെയ്ത് ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കി. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഏത് ക്യാബിനറ്റ് മന്ത്രിയാണ് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക? ഇതിലൊക്കെ എന്താ അർത്ഥം? നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണില്ലേ? എന്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നിന്ന് നടക്കാൻ പോണത്? എന്നിരുന്നാലും രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്ത്യ സഖ്യം സമീപിച്ചു. അവരോട് പറഞ്ഞു, കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പാർട്ടികൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിനും അല്ലെങ്കിൽ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തതിന് ഒരു കോഡ് വേണം. ഇതുപോലെ പോയി കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജനാധിപത്യം എന്നുള്ളത് ഭാവി തലമുറയ്ക്ക് കൂടി ഈ പ്രകൃതിയെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് നമുക്ക് തന്ന പോലെയാണ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച് നമ്മൾ കൈമാറേണ്ടതാണ്. താൽക്കാലിക വിജയത്തിന് വേണ്ടി ഭരണകക്ഷി നോക്കൂ, ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം സീതാറാം യെച്ചൂരിയും മനു അഭിഷേക് സിംഗ്വിയും ഒക്കെയാണ് കെ സി വേണുഗോപാലും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് കരുതാമോ? മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ഇന്ന് കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ടോ? മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ ഒരു കോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അറസ്റ്റ് ചെയ്യുന്നവരുടെ പേരെഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കണമെന്നാണോ? കൊടുത്തോളാം. ഇവിടെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളുടെ ചർച്ച കഴിഞ്ഞ പിന്നിട്ട 15 മിനിറ്റിലധികമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ പറ്റിയിട്ടുള്ള കള്ളപ്പണത്തെക്കുറിച്ചൊക്കെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. കെ സി വേണുഗോപാലും സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കള്ളപ്പണം പങ്കുപറ്റിയിട്ടുള്ള 2 പാർട്ടികളുടെ പ്രതിനിധികളാണ് ബി ജെ പിയും കോൺഗ്രസും എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വസ്തുതയാണ്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ടുന്ന കാര്യം, രാഹുൽ ഗാന്ധിക്ക് പണമില്ല, വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അളിയന് വലിയ ബന്ധമുള്ള ആ DLF കമ്പനിക്കാരൻ 170 കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പണമില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ DLF 170 കോടി രൂപ ബി ജെ പിക്ക് സംഭാവനയായി കൊടുക്കുകയാണ്. വി മുരളീധരൻ ആറ്റിങ്ങലിൽ അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത് DLFകാരൻ കൊടുത്തിട്ടുള്ള 170 കോടിയിലാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വയനാട്ടിൽ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് DLF കൊടുത്തിട്ടുള്ള 170 കോടിയിലാണ്. അത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി DLFും വാദ്രയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഡോക്ടർ വിശ്വദാസൻ? അതുകൂടി വിശദീകരിച്ചു. DLFും വാദ്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. ആ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഹരിയാന സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. 3 ഏക്കർ ഭൂമി വാങ്ങിയതും ആ ഭൂമി ഉയർന്ന നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് ഹരിയാന സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. അതിന് മുകളിൽ അത് ആ പറഞ്ഞു കഴിയുന്നതിൻ്റെ ആ സമയം തന്നെ നോക്കുക. 2018-19 നവംബർ മാസം 22 മുതൽ 170 കോടി രൂപ കൊടുക്കുകയാണ്. എപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും എപ്പോഴാണ് ഈ കേസിനകത്ത് യാതൊരു പ്രശ്നവും ഇല്ലയെന്ന് അവിടെ സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നുള്ളതിൻ്റെ ആ കാലം എടുത്തു നോക്കുക. എന്ന് പറഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീടുള്ള വർഷങ്ങളിൽ സംഭാവന വന്നുകൊണ്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ടിലേക്ക്. ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംഭാവനയുടെ തുടർച്ചയിൽ
വളരെ കൃത്യമായി എല്ലാം നല്ല നിലയിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ DLFും വാദ്രയുടെ കമ്പനിയും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ പത്രങ്ങളൊക്കെയും നേരിട്ട് നിരവധി തവണ DLFിനെ കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വാർത്തകളിൽ സുവ്യക്തമായി നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഖനി കമ്പനിക്കാരുടെ, ലോട്ടറി മാഫിയയുടെ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ള ആളുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിലൂടെ സമാഹരിച്ച് അവർക്കെല്ലാം വഴിവിട്ട നിലയിൽ സഹായം ചെയ്തു കൊടുക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം എന്നുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെങ്കിൽ, KC വേണുഗോപാൽ ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് പറ്റിയിട്ടുള്ള രണ്ട് പാർട്ടികൾ ആണ് കോൺഗ്രസും BJPയും എന്നുള്ളത് പറയാതെ വയ്യ. പിന്നെ BJP കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. BJPയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ദുരുപയോഗിച്ചുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ മുകളിലെ ചർച്ച മറച്ചു വെക്കണമായിരുന്നു. അവർക്ക് അഴിമതി, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി, അത് ഹിൻഡൻബർഗ് അഴിമതിയാവട്ടെ മറ്റു പല അഴിമതികളാവട്ടെ, അതിനെയൊക്കെ മറച്ചു വെക്കണമായിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള പലതും മറച്ചു വെക്കണമായിരുന്നു. ആ മറച്ചു വെക്കാനുള്ള ഒരു ഉപായമായി അവർ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെ കാണുകയാണ്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ മറ്റൊരു കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ് ഇരട്ടത്താപ്പുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി തുടക്കം മുതൽ തന്നെ കേജ്രിവാളിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു സമീപനം എടുക്കുകയുണ്ടായി. സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരൊരു വാക്ക് പോലും വേണ്ടിയില്ല. അതുപോലെ ആ ഡൽഹിയിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. സഞ്ജയ് സിംഗിന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ എന്താ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട്? ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരാൾക്ക് പാർലമെന്റിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ പോലും പ്രതിപക്ഷ പാർട്ടി എടുത്തിട്ടുള്ള സമീപനത്തിന്റെ ആ വൈരുദ്ധ്യം, നേതാക്കന്മാരിൽ പലരും എടുത്തിട്ടുള്ള സമീപനത്തിന്റെ വൈരുദ്ധ്യം ഇവിടെ ഡോക്ടർ വി ശിവദാസൻ എന്റെ ചോദ്യം തുടക്കം മുതൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിലവില് ശരിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ഏജൻസികളൊക്കെ തന്നെയും, ഏജൻസികളെ ഒന്നും സർക്കാർ അങ്ങ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. പല ഘട്ടങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് അല്പം കടുപ്പമാണപ്പ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്ത് പോകും വഴിയാണുള്ളത്? CPM ഇതിലെ ഹർജിക്കാരൻ എന്നുള്ള നിലയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് SBIക്കെതിരെ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആ ഘട്ടത്തിൽ ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി ഈ കാര്യം കംപ്ലൈ ചെയ്തില്ല എങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി മുന്നോട്ട് പോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സുപ്രീം കോടതി അല്ലല്ലോ അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, ഹർജിക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അതിനകത്ത് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായിട്ട് മുന്നോട്ട് പോകാൻ. ഓരോ ഏജൻസികളും ചെയ്യുന്ന കാര്യങ്ങളെ അതത് ഘട്ടത്തിൽ എതിർക്കുക, അതത് ഘട്ടത്തിൽ അതിന് തിരുത്തൽ വരുത്തുക എന്നുള്ളത് ഈ പറയുന്ന ഹർജിക്കാരുടെ ഉത്തരവാദിത്തമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ വി ശിവദാസൻ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഞാൻ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. ഇലക്ട്രൽ ബോണ്ട് നായാ പൈസ വാങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിലൂടെ ഒരു വലിയ ഒരു സന്ദേശം രാജ്യത്തിലെ ജനങ്ങൾക്ക് CPIM നൽകുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലായാലും CBI ഡയറക്ടറെ നിയമിക്കുന്ന ബില്ല് വന്ന സന്ദർഭത്തിലായാലും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് CPIM കൈക്കൊണ്ടു. അത് രാജ്യത്തെ ഭരണഘടനയോടുള്ള, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അവർ നീതിയുക്തമായി പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ആ പ്രതീക്ഷ നിലനിൽക്കെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞു. അത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ ആ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റിയിട്ട് പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ, പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രിയുമെന്ന് BJP ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് സുതാര്യമല്ലാത്തൊരു മാർഗത്തിലൂടെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വഭാവം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെയും
അന്വേഷണം സ്വാഭാവികമായും ആവശ്യപ്പെടുന്ന കാര്യമാണ്. അത് KVS സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടിയിരിക്കുന്നു. ഈ ക്വിഡ് പ്രോക്കോ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായ അന്വേഷണത്തിന് വിധേയമാകേണ്ടതാണത്. നോക്കൂ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ വാങ്ങി അവരുടെ ഗോവ ഇലക്ഷന് വേണ്ടി എന്നാണല്ലോ ഈ പറയുന്ന അന്വേഷണ ഏജൻസി തന്നെ പറയുന്നത്. അതല്ലാതെ അരവിന്ദ് കെജ്രിവാൾ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയെന്നോ അരവിന്ദ് കെജ്രിവാൾ അത് സൈഫൺ ചെയ്ത് വിദേശത്തേക്ക് കടത്തിയെന്നോ ഒരാക്ഷേപം EDക്കുമില്ല, CBIക്കുമില്ല. നോക്കൂ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ BJP ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. പല കമ്പനികൾക്കും കോൺട്രാക്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് അതിൽ 1% അവർ സ്വന്തം അക്കൗണ്ടിലേക്ക് ബോണ്ട് വഴി വാങ്ങുന്നു എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ മാത്രം. ഒന്ന് നിയമപരമായ അഴിമതി എങ്ങനെ കമ്മീഷൻ എങ്ങനെ നിയമപരമാക്കാമെന്നുള്ളത്, മറ്റത് എങ്ങനെയാണോ പഴയ രീതിയിൽ നടന്നിട്ടുള്ളത് അതുപോലെ എന്നുള്ളതല്ലേ വ്യത്യാസമുള്ളൂ. ഈ പഴയ രീതിയിലുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അക്കാര്യത്തിൽ വിചാരണ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ KVS ഹരിദാസ്, ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളുടെ തട്ടകത്തിലുണ്ടായിട്ട് നിങ്ങൾ അതേക്കുറിച്ച് ഒരു അനക്കവും നടത്തുന്നില്ല, ഒരു അന്വേഷണവും പ്രഖ്യാപിക്കുന്നില്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതൊക്കെ ആളുകൾ അറിയും. KVS ഹരിദാസെ, ഇതൊന്നും ജനങ്ങൾ അറിയില്ല എന്ന് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജൂൺ 30 വരെ സമയം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം വലിയ രീതിയിൽ അന്വേഷണം, ഈ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുക, മറുഭാഗത്ത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളുടെ നേരെ കണ്ണടക്കുക എന്ന് പറയുമ്പോൾ, നേരത്തെ ഇവിടെ ശ്രീനിവാസൻ കൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇനി ഒരു അതോറിറ്റിയും വിശ്വസിക്കേണ്ട, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നികേഷേ, സമാധാനമായിട്ടിരുന്ന് കേൾക്കണം. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമ സംവിധാനത്തിന്റെ കീഴിലാണ് ഇലക്ട്രൽ ബോണ്ട് മുഖേന ഞങ്ങൾ പണം വാങ്ങിയിട്ടുള്ളത്. അത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ മൊത്തം പൈസയുടെ ഏതാണ്ട് 50% ഉള്ളൂ. ഏതാണ്ടല്ല 50%. ഞങ്ങൾക്ക് കോടാനുകോടി പ്രവർത്തകരുണ്ട്. 50%-നടുത്ത് 51%. പറഞ്ഞേക്കൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറം കോടാനുകോടി പ്രവർത്തകരുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോഴും 10 രൂപ മുതൽ 5 രൂപ മുതൽ BJPക്ക് സംഭാവന. നമുക്ക് ചർച്ച ചെയ്ത് പോവാം. ഇനിയിപ്പോ കോൺഗ്രസിന് ക്വിഡ് പ്രോക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കുന്നേ. അല്ല, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. നികേഷ് ടെൻഷൻ അടിക്കില്ലേ? ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നേ. അഴിമതി നടന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പണം വാങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖേനയാണ്, കള്ളപ്പണമല്ല. ഞങ്ങൾക്ക് സംഭാവന നൽകിയതാണ്. ആ സംഭാവനയുടെ പേരിൽ ഇവർ കോടതി പോകട്ടെ. ഇപ്പൊ കോൺഗ്രസ്സുകാരും CPM-കാരും പറഞ്ഞല്ലോ, ഞങ്ങൾ കോടതി പോകുന്നു. നമുക്ക് സമാധാനപരമായി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമാധാനപരമായി ചർച്ച ചെയ്ത് പോകാം. എങ്ങനെയാ കോടതി ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അല്ല സാറേ, എങ്ങനെയാ കോടതി പോവാന്ന് കൂടെ പറഞ്ഞു കൊടുക്ക്. ശ്രീനിവാസൻ കൃഷ്ണൻ തൊട്ടടുത്തുണ്ടല്ലോ. അല്ലല്ല, കോടതി ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾ കോടതി പോകും. ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞ SIT അന്വേഷണം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങട്ടെ എന്ന്. ഇവർക്ക് കോടതിയിലല്ലേ വിശ്വാസം? എല്ലാത്തിനും കോടതി പോവുകയല്ലേ? എത്ര കള്ളക്കേസുമായിട്ട് റഫാൽ മുതൽ എത്ര കള്ളക്കേസുമായിട്ട് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ FIR ഇടണ്ടെന്ന് തീരുമാനിച്ചത് ആരാണ്? ഏത് ചീഫ് ജസ്റ്റിസ് ആണ്? ആരുമാകട്ടെ എന്നല്ല, ഒരൊറ്റ ചീഫ് ജസ്റ്റിസെ അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളൂ. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ KVS ഹരിദാസെ? നമുക്ക് പറഞ്ഞു പോകാം കാര്യങ്ങൾ. അദ്ദേഹം സകല ഹൈക്കോടതിയിലുള്ള കേസും അവിടെ വിളിപ്പിച്ചു, സുപ്രീം കോടതിയിൽ വിളിപ്പിച്ചു. എന്നിട്ട് റഫാലിലെ FIR റദ്ദ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം നേരെ രാജ്യസഭയിൽ പോയിരുന്നു, അല്ലേ KVS? എന്നിട്ട് താങ്കൾ പറയും ഇവർക്കൊക്കെ വിശ്വാസം കോടതിയിലല്ലേ എന്ന്. കോടതിയിൽ ചിലപ്പം ശ്രീനിവാസൻ കൃഷ്ണന് വിശ്വാസം ഉണ്ടാവുമായിരിക്കും, പക്ഷേ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണോ ജുഡീഷ്യറിയിൽ നിന്നുണ്ടാകുന്നത്? കോടതി പോകട്ടെ. പിന്നെ
പോട്ടെ അതൊക്കെ എനിക്ക് ജുഡീഷ്യറിയെ കുറിച്ച് പരമമായ വിശ്വാസമാണ്, പരമമായ ബോധ്യമുണ്ട്, ഏറെ ബഹുമാനിക്കുന്നു. അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കെതിരായിട്ടൊരു വിധി വരുമ്പോൾ ഞങ്ങൾ ജഡ്ജിമാരെ നാട് കടത്താൻ പോയിട്ടില്ല. എന്തിനാ പിന്നെ നിങ്ങൾ കുചേലിനെ ശ്രീകൃഷ്ണനെയൊക്കെ കൊണ്ടുവന്നത്? ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ കുചേലിനെയും ശ്രീകൃഷ്ണനെയൊക്കെ കൊണ്ടുവന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നികേഷെ ഒന്ന് തീർക്കട്ടെ നികേഷ, കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഫാക്സ് ഇല്ലല്ലോ. ഇങ്ങനെ ഓരോ വാക്കിലും വാചകത്തിൽ ഇടപെടാൻ പോണിയും അത് എങ്ങനെയാണെന്നേ, അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അല്ല, നമുക്ക് ചർച്ച ചെയ്ത് പോകാം. അസൗകര്യ ഇപ്പൊ കോൺഗ്രസ് അതേന്നേ, കോൺഗ്രസ്സുകാർ CPM സംസാരിക്കുമ്പോ ഈ പ്രശ്നമില്ല നിങ്ങൾക്ക്. ചോദിച്ചപ്പോൾ ഞാൻ തുടർച്ചയായി അതാണ് CPM-കാരൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണോ ഒരു പ്രചരണാത്മകമായി ഉപയോഗിക്കുക അതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറയുന്നത് ഫാക്സുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പുട്ടിന് പീര എന്നുള്ള നിലയിൽ ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ അതാ ഇനിയിപ്പോ അഴിമതിയെ കുറിച്ചാണ് സംസാരം. CPM-ന്റെ സുഹൃത്ത് ശിവദാസൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. കേരളത്തിൽ നടത്തിയതുപോലുള്ള ഒരു അഴിമതി ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? എത്ര അന്വേഷണം CPM-ത്തിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്നേ? അതൊക്കെ വസ്തുതാനിഷ്ഠമല്ലേ? SFI അന്വേഷണം, ഞാൻ ഇതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. സഹകരണ ബാങ്കിൽ നടന്ന അല്ല, ഞാൻ പറയട്ടെ നികേഷ് എന്തിന് ഓരോരുത്തർ ഇടപെടും? ഞാൻ CPM സുഹൃത്തിനല്ലേ അഡ്രസ് ചെയ്യുന്നേ, നികേഷിനെ അല്ല. ആദ്യം മനസ്സിലാക്കൂ, ഞാൻ CPM സുഹൃത്തിനെ അഡ്രസ് ചെയ്യുന്നേ. സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി, എത്ര സഹകരണ ബാങ്കിൽ എത്ര കോടിയുടെ തട്ടിപ്പ് നടന്നു? ED അന്വേഷണം നടത്തിയില്ലേ? അത് അന്വേഷണം മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നേ? അതൊക്കെ നിങ്ങളുടെ, ഞാൻ ഈ ഇടയ്ക്കിടെ ഇടപെടുന്നു എന്നുള്ള ഒരു പരാതി KVS ഉണ്ടാകുന്നത് സ്വാഭാവിക. പക്ഷേ നിങ്ങൾ SFI അന്വേഷണം നടത്തട്ടെ, നിങ്ങൾ ഈ പറയുന്ന കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ. ഇതിനകത്ത് ആർക്കാ തർക്കം? KVS, നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്നത്? അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. യഥാർത്ഥ ഇതിനകത്ത് ഈ കാലഘട്ടത്തിൽ നടന്ന കോൺഗ്രസിന്റെ ആക്ഷേപം KVS, അതിന് മറുപടി പറയൂ. കോൺഗ്രസിന്റെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ്. അവിടെ ഒരു SIT അന്വേഷണം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കൺവിൻസ് ചെയ്യുക? ഇന്ത്യയിൽ നടന്ന തട്ടിപ്പല്ല, പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ഉണ്ടായത്. അതിന്റെ പണം മുഴുവൻ എന്താ പറയാ, ടാക്സ് പെയ്ഡ് മണിയാണ്. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത് ത്രൂ ബാങ്കാണ്. അതിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ ഇവർ കോടതി പോട്ട് ചെയ്യുന്നു. ഇവർക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയുമില്ല, സംശയമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു വ്യക്തമായ നറേറ്റീവും ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറയും ഞങ്ങൾക്കൊരു ആശങ്കയില്ല, ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും ഒന്നും പണം വാങ്ങിയിട്ടുമില്ല. അത് വാങ്ങിയവർ അവർക്ക് അവരുടെ കുറ്റബോധം കൊണ്ട് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുക. ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂടുമ്പോ ഈ ചൂണ്ടുന്നവന്റെ നേരെ 3-4 വിരലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടി. ക്വിഡ് പ്രോക്കോ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിനോടൊപ്പമാണ് ഇതിന്റെ ക്വിഡ് പ്രോക്കോ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള പരിശോധന വേണം, അതുകൊണ്ട് ഇത് പരസ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാ ഇവിടെ ചില കമ്പനികൾക്ക് പ്രധാന കോൺട്രാക്റ്റുകൾ കിട്ടിയിരിക്കുന്നു. ED, CBI, ആദായ നികുതി വകുപ്പ് എന്നീ ഏജൻസികൾ റെയ്ഡ് ചെയ്ത കമ്പനികൾ ബോണ്ട് നൽകിയിട്ടുണ്ട്. ബോണ്ട് നൽകിയതിന് ശേഷം ഈ കമ്പനികൾക്കെതിരായ കേസുകൾ മരവിപ്പിക്കുകയോ പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ട്. ED, ആദായ നികുതി വകുപ്പ് എന്നീ ഏജൻസികൾ അന്വേഷണം നടത്തിയ 30 കമ്പനികൾ 335 കോടി രൂപയാണ് BJPക്ക് മാത്രം നൽകിയത്. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഫാക്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ KVS ഹരിദാസ് പറഞ്ഞോളൂ. ഡൂബിയസ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് ധനകാര്യ മന്ത്രാലയത്തിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് വിലയിരുത്തിയ സ്ഥാപനങ്ങൾ വൻ തുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയിട്ടുള്ളത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ കമ്പനികളെ ഡൂബിയസ് കമ്പനികളുടെ പരിധിയിൽ നിന്ന് വെട്ടിമാറ്റി. KVS ഹരിദാസ്, ഇത് രാജ്യത്തിന് നാണക്കേടല്ലേ?
നികേഷേ, ഞങ്ങള് ഡ്യൂബിയസ് ഇഡി റെയ്ഡ് നടന്ന ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. ഇഡി റെയ്ഡിന് ശേഷം ഞങ്ങൾക്ക് പണം ഞങ്ങൾക്ക് പണം തന്ന സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടന്നിട്ടുണ്ടാവും. പക്ഷെ പണം തന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇഡി റെയ്ഡ് നടത്തിയ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ അങ്ങനെയല്ല അതിന്റെ ഫാക്ട്. നിങ്ങള് ആദ്യം റെയ്ഡ് നടത്തുകയും ആദ്യം പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. KVS ഞാനും തമ്മിലൊരു വെല്ലുവിളി. നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നോക്കൂ, ഞാൻ അതിനെ ഫുൾ കണക്കെടുക്കാം. നിങ്ങൾ ആദ്യം റെയ്ഡ് നടത്തുകയും ആദ്യം ഈ പറയുന്ന പരിശോധന നടത്തിയ കമ്പനികളിൽ നിന്ന് ഇഡി റെയ്ഡിന് മുമ്പ് അവർ പൈസ തന്നിട്ടുണ്ടാവും. പക്ഷെ ഇഡി റെയ്ഡിന് ശേഷം റെയ്ഡ് നടന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും നരേന്ദ്രമോദിയുടെ പാർട്ടി പൈസ വാങ്ങിയിട്ടില്ല. ബോണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ക്യാഷ് ചെയ്തിട്ടില്ല. ഒരു സംശയം വേണ്ട ആ കാര്യത്തില്. ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ വിഷയമാണത്. പറഞ്ഞോളൂ ശ്രീനിവാസകൃഷ്ണൻ. എനിക്ക് ശ്രീ KVS ഹരിദാസിനെ പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു വക്താവിന് ഇങ്ങനെ വന്ന് ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സത്യം ഞാൻ വിഷമം തോന്നുന്നുണ്ട്. ഈ പ്രായത്തിൽ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി ഇത് കേൾക്കുന്ന ഇൻഫർമേഷൻ ആയിട്ട് പറയാം. ഇവിടെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. അതൊക്കെ വളരെ ട്രാൻസ്പെറന്റ് അല്ലേ, വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഇതിനകത്തെ ഒരു ശ്രീ ഹരിദാസ് എടുക്കുന്ന ഒരു നയം എന്താന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് മേടിച്ചാൽ അത് കറപ്ഷൻ അല്ല എന്നാ. അവിടെയാണ് ഹരിദാസ് ഫണ്ടമെന്റൽ ഫ്ലോ. നിങ്ങളെടുത്ത തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്ക് കൊടുത്ത ആനുകൂല്യങ്ങളും ഇതും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത് ഇലക്ട്രൽ ബോണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെങ്കിലും ഇത് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇത് ക്ലിയർ കേസ് ഓഫ് കറപ്ഷൻ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് മേടിച്ചുകൊണ്ട് മാത്രം അതിനകത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ പുറത്തേക്ക് വരുന്നില്ല. ക്ലിയർ കട്ട്. എനിക്ക് താങ്കളെ മറുപടി പറയാത്തതിൽ നിരാശയുണ്ട് ശ്രീ ശ്രീനിവാസകൃഷ്ണൻ. ശരത്ചന്ദ്ര റെഡ്ഡി, അല്ല ഇത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡി ആദ്യം 5 കോടി കൊടുത്തത്, പിന്നീട് പല ഘട്ടങ്ങളിലായി 50 കോടി കൊടുത്തത്. ആ പണം കൊടുത്തതിന് ശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്നത്? അതിനുശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡി മാപ്പുസാക്ഷിയായിട്ടുള്ളത്? അതൊന്നും മറുപടി പറയാതിരിക്കുക. ഞാനത് പറയാന്ന് അല്ല, അതെന്നെ പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫാർമ കമ്പനി വഴിക്ക് 25 കോടിയും പിന്നീട് അദ്ദേഹത്തിന്റെ റിലേറ്റഡ് കമ്പനീസ് വഴിക്ക് വേറെ 25 കോടിയും കൊടുത്ത് അദ്ദേഹത്തിനെതിരായ കേസിൽ അദ്ദേഹത്തെ ജാമ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്യാണ്ട് മാപ്പ് സാക്ഷിയാക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടത്തുന്നത്. ഈ മാപ്പ് സാക്ഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കുന്നത്. കാര്യം കൂടി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇലക്ട്രൽ ബോണ്ട് വഴിക്കാൻ മേടിച്ചേ അതുകൊണ്ട് കേസില്ല എന്നല്ല. ഓരോരോ കേസ് എടുത്ത് നോക്കിയാലും അറിയാം നിങ്ങൾ മേടിച്ച ആയിരക്കണക്കിന് കോടി ഉറുപ്പിക വെറുതെ അല്ല, ഒന്നിക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മേടിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ CBI റെയ്ഡില്. അല്ലെങ്കിൽ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ശ്രീനിവാസകൃഷ്ണൻ. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണ്? കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SIT കേന്ദ്ര സർക്കാരിന് അത് പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോടതി പോകണം. നികേഷേ, എല്ലാ കാര്യത്തിനും കോടതി പോണെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം? CBI മറ്റൊക്കെ ഞങ്ങളിപ്പോ ഇനി വരും ദിവസങ്ങളിൽ നോക്കട്ടെ അന്വേഷണം നടക്കുമെന്നുണ്ടെങ്കിൽ. അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും കോടതിയെ സമീപിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. CPMന്റെ പ്രതിനിധി ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്. ഇത്ര വ്യക്തമായിട്ട് BJPയെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കരുവന്നൂർ കേസിലെ ED അന്വേഷണം നീട്ടിക്കൊടുത്തതിനാണോ അല്ലെങ്കിൽ മറ്റേ കള്ളക്കടത്ത് കേസിലെ അന്വേഷണം പുരോഗമിക്കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം നികേഷ്, ഒരു വാക്ക് ഞാൻ പറയാം.
ഞാനും ഒരു സിവിൽ സർവന്റ് ആയിരുന്നതാണ്. ഈ കമ്പനിയുടെ SFIO ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, വെറും 8 ദിവസം കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു നല്ലൊരു കോമ്പിറ്റന്റ് ഉദ്യോഗസ്ഥൻ. ഇൻകം ടാക്സിലൊക്കെ എത്രയോ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. കമ്പനീസ് ആക്ടില് അവർ രജിസ്ട്രാർ കമ്പനീസിൽ എത്രയോ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കൊടുത്താണ്ടല്ലോ 8 ദിവസം കൊണ്ട് ഇതെന്തിനാ വെച്ചാലുണ്ടല്ലോ, ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ, കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പാക്കാനായിട്ട് CPM-ഉം BJP-യും തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള സംസ്ഥാനത്തെ മറുപടി പറയും. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശ്രീ ശ്രീനിവാസൻ കൃഷ്ണൻ ചോദിച്ച ചോദ്യം, കരുവന്നൂരൊക്കെ എത്ര കാലമായി? SFIO 9 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. ആദ്യം നമ്മുടെ ബഹുമാന്യ ഹരിദാസ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. BJP എത്ര കമ്പനികളിൽ നിന്നാണ് ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം. ഇലക്ട്രൽ ബോണ്ട് കറപ്ഷൻ അലിഗേഷനുകൾ എത്ര കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, CBI-യും IT-യും ED-യും അന്വേഷിക്കുന്ന എത്ര കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന ചോദ്യത്തിന് എക്കണോമിക്സ് ടൈംസ് 22-ാം തീയതി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയുന്നത് 41 കമ്പനികളെന്നാണ്. അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തുകയും ആ പത്രത്തിൻ്റെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം ഇത്രമേൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങ് വായിക്കാതെ പോയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. 2, കോൺഗ്രസ് പ്രതിനിധി DLF-ഉമായിട്ടുള്ള റോബർട്ട് വാദ്രയുടെ ബന്ധം സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം ചോദിച്ചില്ല. വയനാട്ടിൽ K. സുരേന്ദ്രൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി ചെലവിലാണ് എന്ന് ഒരാൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തിനാണ് പരിങ്ങിപ്പോകുന്നത്? നരേന്ദ്രമോദിയുടെ റോഡ് ഷോക്ക് പൂവറിയുന്നതിനുള്ള ചെലവ് അത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ്റെ കൂടി ചെലവിലാണ് എന്നൊരാൾ പറയുമ്പോൾ മറുപടി പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ED-യുടെ നിയന്ത്രണം BJP-ക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള സംശയം എനിക്കുണ്ട്. കേന്ദ്രത്തിലെത്തുമ്പോൾ ഒരു പ്രസ്താവന, കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു പ്രസ്താവന. നേരത്തെ കേജ്രിവാളിനെതിരെ നിരന്തരമായ പ്രസ്താവനകളുടെ യുദ്ധം നടത്തിയല്ലോ ഇവർ, ED-യെ കുറിച്ച് അന്നെടുത്ത നിലപാട്. പക്ഷേ കോൺഗ്രസിനെതിരായിട്ട് വരുമ്പോൾ അവരുടെ നിലപാട് മാറുന്നു. ഞാനിവിടെ പറയുന്നത് CPIM-ന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് സോണിയാഗാന്ധിയുടെ നേരെ വരുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ നേരെ വരുമ്പോഴും കേജ്രിവാളിൻ്റെ നേരെ വരുമ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ED ഉപയോഗപ്പെടുത്തുന്ന ഓരോ സന്ദർഭത്തിലും ശരിയായ നിലപാടാണ്. കേരളത്തിലെത്തുമ്പോൾ ബാബരി മസ്ജിദിന്റെ പൊളിച്ചതിനെതിരായിട്ട് മധ്യപ്രദേശിലെത്തുമ്പോൾ അത് ഞാൻ പറയട്ടെ, ഞാൻ വരട്ടെ, അങ്ങ് ക്ഷമിക്കൂ, ഞാൻ വരട്ടെ. രാജസ്ഥാനിലെത്തുമ്പോൾ മധ്യപ്രദേശിലെത്തുമ്പോൾ ബാബരി മസ്ജിദ് പൊളിക്കാൻ പോകുന്നവർക്ക് വെള്ളി ഇഷ്ടിക കൊടുക്കുകയും ചെയ്യുന്ന ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഈ അന്വേഷണത്തെയൊന്നും യാതൊരു ഭയവുമില്ല. ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ള ഞാൻ അങ്ങൊന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്കൂ. ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അശേഷം ഭയം ഈ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടില്ല. ഞങ്ങളെന്താണോ സുപ്രീം കോടതിയിലേക്ക് പോയത്, ഈ അന്വേഷണ ഏജൻസികളെല്ലാം വഴിവിട്ട നിലയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ആര് ചെയ്യുന്നത്, ഇന്ത്യയിൽ BJP സർക്കാർ ചെയ്യുന്നത് എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്നത്. പിന്നെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ സർക്കാർ തന്നെയാണ് ആ ബാങ്കിലൊക്കെ ശരിയല്ലാത്ത നിലപാടുകൾ ഉണ്ടായപ്പോൾ ഇടപെട്ടുകയും നടപടിയെടുക്കുകയും ചെയ്തത്. അത് നിങ്ങൾക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, 5 ലക്ഷം കോടിയിലധികം രൂപ കോർപ്പറേറ്റുകൾക്ക്, ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾക്ക്, വൻകിട മുതലാളിമാർക്ക് അവരെടുത്തിട്ടുള്ള ലോണുകളും മറ്റും എഴുതിത്തള്ളാനായി അവരുടെ കടവും നികുതിയും കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങളിൽ ED ഇതിനകം തന്നെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങളെ പോലും ചോദ്യം ചെയ്യുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തുകയും മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അതിന്മേൽ തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രീനിവാസകൃഷ്ണന്റെ പ്രശ്നം. ഞാൻ ശ്രീനിവാസൻ ഈ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. ശ്രീനിവാസൻ എന്താണ് ED ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ അന്വേഷണ ഏജൻസികളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവന്ന് കേരളത്തെ ആകെ തകർക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ ശ്രീനിവാസൻ്റെയും മോഹം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ED അല്ല, ഏത് അന്വേഷണ ഏജൻസി വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള നല്ല കരുത്ത് ഞങ്ങൾക്കുണ്ട്.
പോലീസിനെ കാണിക്കുമ്പോൾ ED ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ താണ് വണങ്ങി ഭയന്ന് കൂട്ടിലൊളിക്കുന്നവരല്ല ഞങ്ങൾ. അവിടെ ഒരു നോട്ടീസ് പോലും പിണറായി വിജയന് വരുന്നില്ല. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോ SFIയുടെ കാര്യത്തിനകത്താണെങ്കിലും, കരുവന്നൂരിന്റെ കാര്യത്തിലാണെങ്കിലും പിണറായി വിജയൻ ഒരു നോട്ടീസ് പോലും വരുന്നില്ല. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവിടെ ഒരു EDയും വരില്ല, കാരണം അന്തർധാര സജീവമാണ്. കേരളത്തിലെ അങ്ങനെ കുട്ടിച്ചോറാകുമെന്ന ഭയം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പോലുമില്ല. ആ കേരളം വളരെ സുശക്തമായിട്ടുള്ള കരങ്ങളാണ്. നല്ല ഉറച്ച ധീരതയോടുകൂടി നയിക്കാൻ പറ്റുന്ന പിണറായി വിജയനും കേരളത്തിലെ CPIഎമ്മും ഇടതുപക്ഷവും നല്ല ധീരതയോടെ നയിക്കുന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും. അദ്ദേഹം എന്തെല്ലാം പ്രസംഗങ്ങൾ നടത്തി, VD സതീശൻ എന്തൊക്കെ നടത്തി, മറ്റേ ചെമ്പിൻ്റെ അകത്ത് അത് കൊണ്ടുവന്നു, ഖുറാനിൽ അത് കടത്തി, ഇത് കടത്തി, എന്തൊക്കെ പറഞ്ഞു, അവസാനം എന്തായി സ്ഥിതി. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു അന്ന് BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള KPCC പ്രസിഡന്റിനെ വെച്ചിട്ട് പോകുന്ന പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ്, അവർക്ക് പലതും തോന്നും. അവർക്ക് തോന്നുന്നത് അവരത് പറയും. അത് മറുപടി പോലും അറിയിക്കാത്ത. നമ്മൾ നേരത്തെ ഇവിടെ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ കൃഷ്ണൻ, ഡോക്ടർ V ശിവദാസൻ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? DLF BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം നൽകിയിട്ടുള്ളതാണ്. ഒക്കെ 2013-14 കാലഘട്ടത്തിൽ ഈ കസേരയിൽ ഇരുന്നിട്ട് നമ്മളൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? ഈ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവിൻ്റെ DLF ബന്ധം എങ്ങനെയാണ് ഈ പറയുന്ന ഭൂമി കൈവശപ്പെടുത്തുന്നത്, അത് പിന്നെ എങ്ങനെയാണ് DLFന് മറിച്ചു കൊടുക്കുന്നത്, DLFുമായിട്ടുള്ള വാദ്രയുടെ ബന്ധം നോക്കൂ. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമരരംഗത്തുണ്ടായിരുന്നത് BJP ആണ്. ആ BJP അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് കോടതിയിൽ എന്തൊക്കെ നിലപാടാണ് എടുത്തത്, പിന്നീട് ബോണ്ട് വന്നതിന് ശേഷം പിന്നെ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണുമ്പോൾ ശ്രീനിവാസകൃഷ്ണൻ നേരത്തെ KVSനോട് ചോദിച്ച അതേ ചോദ്യം കോൺഗ്രസിനോടും ചോദിക്കേണ്ടി വരികയാണ്. ഞാൻ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള എന്റെ നോളജ് വെച്ചിട്ട് പറയാം. ഈ DLF എന്ന് പറഞ്ഞത് ലിമിറ്റഡ് നോളജ് അല്ല, അവരുടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അതിനകത്തുള്ളത്. അതിനകത്തുള്ള അവർക്ക് 100 കണക്കിന് സബ്സിഡറി ഉള്ളതിൽ ഏതോ ഒരു സബ്സിഡറിയിലെ ഏതോ 4-5 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് പറയുന്നത്. DLF എന്ന് പറഞ്ഞാൽ ഒരു $multi-billion കമ്പനിയാണ്. അതിനകത്ത് 100 കണക്കിന് സബ്സിഡറിയിൽ ഒരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടാവുകയും പിന്നീട് അത് പിരിച്ചുവിടുകയും ചെയ്തു. അതിന്റെ പേരിൽ ഈ $1 ബില്യൺ കമ്പനി, അതായത് 10,000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയൊക്കെ ഈ ഗാന്ധി കുടുംബത്തിന്റെയാണെന്ന് പറഞ്ഞ വസ്തുതാരഹിതമായ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചിട്ട് വെറുതെ ആടിനെ പട്ടിയാക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. അവിടെ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ശ്രീ ശിവദാസൻ തന്നെ പറഞ്ഞു, 2 ഏക്കർ ഭൂമി അല്ലെങ്കിൽ 3 ഏക്കർ ഭൂമിയുടെ അവിടുത്തെ കമ്പനികൾ ചെയ്യുന്നത് 3000, 4000, 5000 ഏക്കറിന്റെ ഒക്കെ പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. പിന്നെ 10 കൊല്ലം നമ്മളല്ലല്ലോ അധികാരത്തിലുണ്ടായിരുന്നേ, 10 കൊല്ലം ഹരിയാനയിലെ നമ്മളല്ലല്ലോ, 10 കൊല്ലത്തിലെ കേന്ദ്രത്തിലെ കോൺഗ്രസ് അല്ലല്ലോ അധികാരത്തിലുണ്ടായിരുന്നേ. അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നല്ലോ. അതും ഇതും തമ്മിലൊന്നും അതിന് മുമ്പാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അല്ലാതെ അതിന് മുമ്പ് തന്നെ കോടതിയിൽ ഒരു സത്യവാങ്മൂലം നിങ്ങൾ എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. കോടതിയിലെ BJPയുടെ ഹരിയാന സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഈ ബോണ്ടിന് ശേഷം. ഞാൻ പറയട്ടെ, ഈ കമ്പനി 100 കണക്കിന് സബ്സിഡറി ഉള്ള ഒരു കമ്പനിയാണ്. ഇതേപോലെ തന്നെ പല എന്തെങ്കിലും വേറെ വല്ല 1000 കോടി ഡീൽസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവാം. ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇതെന്താ പറഞ്ഞൊരു എന്താ പറയുക, പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു നെത്തോലി പോലത്തെ ഒരു ചെറിയ കമ്പനിയുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് 1000 കോടിയുടെ പ്രൊജക്ട് അവിടെ വേറെ നടക്കുന്നുണ്ട്. 1000 കോടിയുടെ പ്രൊജക്റ്റാണ് DLFും മറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസും അവിടെ ഹരിയാനയിലും ഗുർഗാവിലും നടക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിൽ നടക്കുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെറുതെ എന്തെങ്കിലും അടിസ്ഥാനരഹിതമായി ഗാന്ധി കുടുംബത്തിന്റെ കമ്പനിയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞത് ജനം വിശ്വസിക്കുന്ന ഇതാണ് യാഥാർത്ഥ്യമുള്ളത്. പിന്നെ ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. നിങ്ങളുടെ അടുത്തല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉള്ളത്. എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല? 10 കൊല്ലമായില്ലേ? അതിലൊന്നും യാതൊരു അർത്ഥമില്ല. പിന്നെ ഇപ്പൊ ഇത് ശിവദാസും ശിവദാസനും ഹരിദാസും കൂടി ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന കാര്യത്തിൽ കേരളത്തിൽ അവർ തമ്മിൽ ക്ലിയർ അന്തർധാരയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെ CPMന്റെ പ്രതിനിധി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് SFIയോടെ 8 മാസം? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ചോദിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട്, എന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ തീരുന്നില്ല? എന്ന് പറഞ്ഞ് പോവാണല്ലോ.
എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല? ഞാനല്ല ചോദിച്ചത്, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചോദിച്ചത്. അതൊക്കെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ ഇ ഡി വരുന്നു പറഞ്ഞ് പേടിക്കണ്ട. കാരണം ഒരേ നാണയത്തിന്റെ രണ്ട് സൈഡാണ് കേരളത്തിൽ നിന്ന് BJPയും CPM-ഉം. കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം. പക്ഷെ മനസ്സിലാക്കാത്ത കാര്യം, കോൺഗ്രസ് എന്ന് രാജ്യത്ത് നിന്ന് പോയോ അന്ന് ഈ രാജ്യത്തെ ഭരണഘടനയും മതേതരത്വത്തിന്റെയും അവസാനമാണ്. അത് ഇവർ മറക്കുക താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്. ഇതാണ് എനിക്ക് വ്യക്തമാക്കുന്നത്. നോക്കൂ, 2004 മുതൽ 2014 വരെയുള്ള ഒന്നാം UPA, രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ കൊട്ടിഘോഷിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ആ അഴിമതിക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പൊതു യാഥാർത്ഥ്യമാണല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച വേണ്ട. പക്ഷേ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഈ പറയുന്ന അഴിമതികളെ നിയമവിധേയമാക്കി എന്നുള്ളതാണല്ലോ ഇലക്ട്രൽ ബോണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു. മേഘ എഞ്ചിനീയേഴ്സ് 584 കോടി രൂപയാണ് BJP കൊടുത്തിട്ടുള്ളത്. 30,000 കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 41 കമ്പനികളുണ്ട് എന്നാണ് എക്കണോമിക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ ഡോക്ടർ വി ശിവദാസൻ പറയുന്നത്. നമുക്ക് നിങ്ങൾക്ക് ഈ റോബർട്ട് വദ്രയെങ്കിലും പിടികൂടിക്കൂടായിരുന്നോ ശ്രീ KVS ഹരിദാസൻ? നിങ്ങൾക്ക് ആജീവന ശത്രുതയുള്ള ഒരു കുടുംബമല്ലേ ഈ നെഹ്റു ഗാന്ധി കുടുംബം? അതിനകത്ത് പ്രിയങ്കയാണല്ലോ അതിനകത്ത് ഏറ്റവും നല്ല മൂളയുള്ളതെന്ന് കോൺഗ്രസ്സുകാരെന്നെ പറയുന്നത്. അവരുടെ ഭർത്താവിനെ കിട്ടിയതല്ലേ കയ്യിൽ? അല്ല, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്തെല്ലാം നിലപാടാണ് എടുത്തത്? തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ആംനസ്റ്റി ഉണ്ട് എന്ന് വരെ പറഞ്ഞു വെച്ചില്ലേ? അഴിമതിക്കാരും രക്ഷപ്പെടാൻ പോകുന്നില്ല നികേഷ്, ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. റോബർട്ട് വാദ്രയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉൾപ്പെടെ അന്വേഷിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ചില നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വരട്ടെ എന്ന് എല്ലാ കേസുകളും ചർച്ച നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ കോമൺവെൽത്ത് ഗെയിംസ് പറഞ്ഞു, നിങ്ങൾ 2G പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന റോബർട്ട് വാദ്ര പറഞ്ഞു, 10 കൊല്ലം തന്നു. ഇനി അതും പോരാ, ഇനിയും വേണം എന്നാണ് പറയുന്നത്. അല്ല, അന്വേഷണം നടക്കട്ടെ. പലപ്പോഴും അന്വേഷണം നടക്കുന്നില്ല. വെറുതെ ആളുകളെ പറ്റിക്കല്ലേ. നമ്മുടെ ജുഡീഷ്യൽ അല്ല, അന്വേഷണം നടന്ന് കുറ്റപത്രം കൊടുത്ത എത്രയോ അഴിമതി കേസുകളോടെ പെൻഡിംഗ് ആണ്. ഏതാ ഒന്ന് പറ. ഇപ്പൊ MP മറ്റേ ജനപ്രതിനിധികൾക്കുമെതിരെ അല്ല പറഞ്ഞേക്കൂ. 2004 മുതൽ 2014 വരെ ഇപ്പോ കേസ് മുന്നോട്ട് പോകുന്ന ഒരൊറ്റ കേസ് പറഞ്ഞാൽ മതി. ഒറ്റ കേസ് അല്ല, നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ ഇല്ലേ? രാഹുൽ ഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസൊക്കെ നിങ്ങൾ 2014 വന്നതിന് ശേഷം എടുത്തതാണ്. അത് ആ കാലഘട്ടത്തിലൊന്നും വലിയ അഴിമതിയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ ഉന്നയിച്ച വിഷയം എന്തൊക്കെയാണ്? 2G ഇപ്പൊ അപ്പീല് പോയിട്ടില്ലേ? അപ്പീല് പോയി. 6 കൊല്ലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തലേദിവസം അപ്പീല് പോവാ. വിധി വന്ന് 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. അല്ലല്ല നികേഷെ, തെറ്റിദ്ധരിപ്പിക്കരുത് നികേഷെ. ആ അപ്പീല് ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പില് 8 or 10 ജഡ്ജിമാരുടെ മുമ്പിൽ പോയി. അവര് തീരുമാനം എടുക്കാതെ മാറ്റി വെച്ചു. ഇപ്പോഴാണ് ഒരു ജഡ്ജി അപ്പീൽ അഡ്മിറ്റ് ചെയ്തത്. അതെ, അതാണ് ഇപ്പൊ വരുന്ന ജഡ്ജിക്ക് അത് തോന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ അപ്പൊ അത്രേ ഉള്ളൂ ആ കേസ്. ഞാൻ ചുക്കണേ അല്ലല്ല ഒരു ട്രയൽ കേസ് CBI ട്രയൽ കോർട്ടിൽ ആരാ വിജയിപ്പിച്ചെന്നറിയാമോ? ആ CBI ട്രയൽ കോർട്ടില് ആരാ കേസ് നടത്തിയെന്നറിയാമോ KVSന്? ആരുമാകട്ടെ, കക്ഷി തന്നെ കേസ് എടുത്താണ് വക്കീൽ കൊണ്ടിട്ട്. അത്രേ ഉള്ളൂ കേസ്. അല്ല ആയിക്കോട്ടെ അവനാണല്ലോ കള്ളത്തരം നടത്തിയത്. അവനറിയാലോ കള്ളത്തരത്തിന്റെ മുഴുവൻ ഭാഗവും. അപ്പൊ കള്ളത്തരാണ് കോടതി സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ KVSന് ഈ കോടതിയെ കുറിച്ചൊക്കെ ഉള്ള ബോധ്യതാണ്. അങ്ങനെയൊന്നുമല്ല. കോടതിയെ നമുക്ക് ബഹുമാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയെ ബഹുമാനമാണ്. അതുകൊണ്ടാണല്ലോ അപ്പീൽ കൊടുക്കുന്നേ. ഇപ്പോഴും കോടതിയെ തന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ അപ്പീലുമായിട്ട് പോകുന്നേ. അതിന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനോ കോടതിയെ കുറച്ച് കാണാനോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ജുഡീഷ്യൽ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞങ്ങൾ കോടതിക്കെതിരായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. പറയും
അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഞങ്ങൾ പ്രത്യക്ഷത്തിൽ പുറത്ത് സമരം ചെയ്യുമ്പോൾ ഈ കോടതികളിലെ കൂച്ചുവെല്ലം കിട്ടപ്പോൾ അവിടുത്തെ ജഡ്ജിമാർ രാജിവെച്ച് പോയപ്പോൾ ഞങ്ങൾ ജുഡീഷ്യറിയുടെ ഒപ്പം നിന്നത്. അതിലൊന്നും തെറ്റൊന്നുമില്ല ശ്രീ KVS. ജുഡീഷ്യറിയെ നമുക്ക് വിമർശിക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജുഡീഷ്യറിയുടെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വിമർശിക്കുക തന്നെ വേണം. അതിനകത്ത് എന്തിനാ നിങ്ങൾ വെറുതെ ഈ വേണ്ടാത്തൊരു മാനം കാണേണ്ട കാര്യമില്ലല്ലോ. നിയമത്തിന്റെ വഴിയിലൂടെ നേരിടുക. ശരി, അല്ല, നിയമത്തിന്റെ വഴിയിലൂടെ നേരിടുക, അതാണ് അതിന്റെ മാർഗം. അല്ലാതെ ജഡ്ജിയെ നാട് കടത്തലും ജഡ്ജിയെ ചുംബനെന്ന് വിളിക്കുന്ന ഒന്നുമല്ല. ആ സംസ്കാരം ഞങ്ങളുടേതല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എവിടെ എത്തിക്കുന്നത്? ഇതിനകത്തൊരു അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ അങ്ങ് പോവും എന്നാണ്. പക്ഷെ അവിടെ ശ്രീനിവാസകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ. 10-25 ദിവസങ്ങൾ ശ്രീ KVS. 303 273 താഴേക്ക് പോകാനുണ്ടല്ലോ. വെറും 30 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ അവസാന ഘട്ടത്തിൽ ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒഡീഷയിൽ നടന്നില്ല, തമിഴ്നാട്ടിൽ നടന്നില്ല, പഞ്ചാബില് അകാലിയായിട്ട് നടന്നിട്ടില്ല. നികേഷ് തിരക്ക് പിടിക്കണ്ട. ഞങ്ങൾ 400 സീറ്റാണ് ഞങ്ങളുടെ ടാർഗറ്റ്. കോൺഗ്രസ്സുകാർ 2 അക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെട്ടോട്ട് ഓടുന്നത്. 2 അക്കം. ലോകസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടൂലെന്ന് ഉറപ്പാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഈ വയനാട്ടിൽ വരെ വന്ന് മത്സരിക്കുന്നത്. ആ റായ്ബറേലിയിലും അമേത്തിയും എത്രയോ കാലമായിട്ട് കോൺഗ്രസ്സുകാരുടെ ശരി, അതാണ് നിങ്ങളുടെ പ്രതീക്ഷ. നോക്കാം നമുക്ക്. ഏതായാലും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ അതുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വിഷയങ്ങൾ പോലെ അത് ഈ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. നേരത്തെ ശ്രീനിവാസൻ കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജനങ്ങൾ അത് പഠിക്കും. വിധിന്യായം കോടതിയിൽ നിന്നല്ല, ജനങ്ങളിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏത് ഭാഗത്താണോ ശരി ആ ഭാഗത്തായിരിക്കും ജനങ്ങൾ നിൽക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം. സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ ചർച്ച ചുരുക്കുന്നു. ഡോക്ടർ വി ശിവദാസൻ, ശ്രീനിവാസ കൃഷ്ണൻ, KVS ഹരിദാസ്, നന്ദി സഹകരിച്ചതിന്. ഇനി വീഡിയോ.